ഗൈസ് കാണുന്ന ആള് ബത്തേരി. അങ്ങനെ വീടുകളൊക്കെ അവസാനിച്ചു. ഇനി കുറച്ചൊക്കെ കാട് ഏരിയ കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാടാട്ടോ. കാട് മീൻസ് ചെറിയ കാട്, അല്ല പുലിയും മറ്റു സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാട്. പിന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്ന നിരവധി കാപ്പിത്തോട്ടങ്ങൾ കേട്ടോ. അപ്പുറ സൈഡും ഇപ്പുറ സൈഡും ഒക്കെ കാപ്പിത്തോട്ടങ്ങൾ കേട്ടോ. നല്ല മനോഹരമായ കാപ്പിത്തോട്ടങ്ങൾ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുക കേട്ടോ. ഇവിടെ റിസോർട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്ന നിരവധി റിസോർട്ടുകൾ കേട്ടോ ഇവിടെ ഉള്ളത്. അടുത്തടുത്തായിട്ട് കുറേ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി മുന്നോട്ട് പോകുമ്പോൾ വീടുകൾ കുറവാണ്, റിസോർട്ടുകൾ കേട്ടോ കൂടുതൽ. ഇത് കണ്ടില്ല ഗൈസ്, 2 പാറ, അതിൻ്റെ ഇടയിൽ കൂടെ റോഡ്. ഇനി ഒരു കയറ്റാട്ടോ വരുന്നത്, ഒരു കയറ്റം അങ്ങോട്ട് കയറുക കേട്ടോ. ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല, ഏർമാടം പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. മൃഗങ്ങളൊക്കെ നിരീക്ഷിക്കാനുള്ള സംഭവമായിരിക്കും തോന്നുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല വ്യൂ ആയിരിക്കും അല്ലേ. ഇതാ കുറച്ച് ചേച്ചിമാർ പണിക്ക് പോകുന്നത് കേട്ടോ. ഇവിടുത്തെ എസ്റ്റേറ്റിലായിരിക്കും പണിക്ക് പോകുന്നത് തോന്നുന്നത്. അങ്ങനെ ആ കുന്നും മലയും കയറിയിട്ട് അവരിങ്ങനെ പോകാം കേട്ടോ. ഇതാ കാണുന്ന മല കണ്ടില്ലേ, അവിടെയാണ് നമ്മൾ എത്താൻ പോകുന്നത് കേട്ടോ. നല്ല മനോഹരമായ സ്ഥലം നോക്ക്. ഫ്രണ്ട്സ്, ഈ കാണുന്ന വളരെ കുത്തനായ ഒരു കയറ്റം കേട്ടോ. എൻ്റെ ഹീറോയിൻ്റെ HF ഡീലക്സ് വണ്ടി 3rd ഗിയറിലാട്ടോ ഇത് കയറി വരുന്നത്. അല്ല, അത്യാവശ്യം നല്ലൊരു പുള്ളിങ്ങുള്ള വണ്ടിയാട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ കയറ്റം കയറി ഇതാ ഏകദേശം ഇതാ എത്താനായിട്ടോ. അവളെ കൂടി കഴിഞ്ഞാൽ ആ സ്ഥലം എത്തി, നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ എത്തി കേട്ടോ. ഇതാ അങ്ങനെ പൊന്മുടിക്കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരു ഹനുമാൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഒരു പള്ളി പോലെ ഒരു സ്ഥലമുണ്ട്, കുരിശൊക്കെ വെച്ചിട്ട്. ഇതാ അങ്ങനെ പൊന്മുടിക്കോട്ട പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തി. ഇവിടെ ഈ അടുത്താണ് ഉത്സവം കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ഇതാ കണ്ടില്ല ഒരു അമ്പലം, ഇതിൻ്റെ മെയിൻ അമ്പലം മേലെ കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി ഒതുക്കാൻ തീരുമാനിച്ചു. ഇതാ ഇവിടെ സൈഡാക്കട്ടോ വണ്ടി. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി. വണ്ടിയിലത് എൻ്റെ കവറിൽ വെള്ളമുണ്ട് കേട്ടോ, കുടിക്കാൻ വെള്ളം. ഇനി ഞങ്ങൾ ട്രെക്കിങ്ങിനാണ് കേട്ടോ പോകുന്നത്. അമ്പലം കയറി ആ കാട്ടിലൂടെ ട്രെക്കിങ്ങിനാണ് പോകുന്നത്.
ഗൈസ്, അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, പൊന്മുടി കോട്ടയിൽ. വഴി കേട്ടോ, ആ വഴിയിലൂടെ ഞങ്ങൾ പോകുന്നത്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാടാണ് കേട്ടോ. വളരെ ശാന്തമായ സ്ഥലം കേട്ടോ, ഒരു ശബ്ദവുമില്ല കേട്ടോ. ആകെയുള്ള ശബ്ദം കിളികളുടെയും പക്ഷികളുടെയും ചീവീടിൻ്റെ ഒക്കെ കേട്ടോ. ഈ ഒരു ഗേറ്റ് കണ്ടില്ലേ നിങ്ങൾ? ഇത് ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു ഗേറ്റ് കേട്ടോ. ഇതിപ്പോൾ എന്തിനാ സ്ഥാപിച്ചെന്ന് അറിയില്ല. ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ പോയി ഇതൊരു കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാട്ടുന്നു. ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും വരിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ ആനയായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ ആനയല്ല കേട്ടോ, രണ്ട് പാറകൾ കേട്ടോ. പാറകളുടെ ഇടയിൽ ഇങ്ങനെ മരങ്ങൾ മുളച്ച് വരിക കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകട്ടോ. അതൊക്കെ അടിപൊളി വ്യൂ നോക്ക്, എന്തൊരു ഭംഗിയുള്ള സ്ഥലം നോക്കി. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പ്, നല്ല മരങ്ങൾ. പണ്ട് നമ്മളെ പറമ്പിൽ കണ്ടിരുന്ന മരങ്ങളില്ലേ, അതൊക്കെ കാണണമെങ്കിൽ ഇതാ ഇവിടെ വരണം കേട്ടോ. ഇപ്പം നമ്മളെ പറമ്പുകളൊന്നും ഈ ജാതി മരങ്ങളൊന്നും കാണാറില്ല കേട്ടോ. ഇവിടെ എല്ലാ തരത്തിൽ മരങ്ങളും ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ കേട്ടോ, കണ്ണിന് വളരെ കുളിർമയുള്ള കാഴ്ചയാണ് കേട്ടോ. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പ്, നല്ല ഭംഗി. ഇത് ഈ കാണുന്ന ചെറിയ ചെറിയ മരങ്ങളില്ലേ, ഇതൊക്കെ എൻ്റെ പറമ്പിലൊക്കെ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല, നാട്ടിലൊന്നും കാണാത്ത മരം കേട്ടോ ഇത്. ഇതൊക്കെ ധാരാളം അവിടെ ഉണ്ട് കേട്ടോ, നല്ലൊരു ഭംഗി. ഇങ്ങനെ ഞങ്ങളിതാ ഈ ചെറിയ വഴിയിലൂടെ പോകാം കേട്ടോ. ഞങ്ങൾക്ക് പേടിയുണ്ട്, വല്ല പുലിയോ മുന്നിൽ വന്നാലോ എന്ന് പേടി. ഇവിടെ ധാരാളമായി കാണപ്പെടുന്ന കുരങ്ങന്മാർ കേട്ടോ. ഇടയ്ക്ക് പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ എവിടെ നോക്കിയാലും പച്ചപ്പാണ്, ഒരുപാട് മരങ്ങൾ കാണാം കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് ഏകദേശം ഇത് തീരാനായി. അങ്ങനെ മേലെ എത്താനായിട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പിലോട്ടോ കയറി ടോപ്പിലെത്തിയതാ. അങ്ങനെ തൈലപ്പുല്ല്, ഇനി കാട് കഴിഞ്ഞിട്ടോ, ഇനി ഇരുവശത്തും തൈലപ്പുല്ല കേട്ടോ. ഇവിടെയൊന്നും വളരെ ശ്രദ്ധിക്കണം, പാമ്പൊക്കെ ഇവിടെ വരുമെന്ന് അറിയില്ല, ഭയങ്കര ചൂട് സമയമല്ലേ, അതിലൊക്കെ പാമ്പ് വരും. പെട്ടെന്ന് വന്നാൽ കാണാനില്ല, അങ്ങനത്തെ സ്ഥലം കേട്ടോ. ചെറിയ ഗ്യാപ്പുള്ളൂ, നടക്കാൻ ചെറിയ ഗ്യാപ്പുള്ളൂ. കുറേ പാറകളൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഇടയിൽ പാമ്പുണ്ടോ അറിയില്ല. എന്തായാലും ഞങ്ങൾ അതിനെ ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഞാൻ ക്യാമറ പിടിക്കുന്നത് കൊണ്ട് ഇതാ ചെക്കന്മാരായിട്ടോ ഞാൻ മുന്നിൽ നടത്തിയത്. അവന്മാർ മുന്നേ പോട്ടെ, അവന്മാരെ ശ്രദ്ധിച്ചിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഇത് എത്താനായിട്ടോ, നീ കുറച്ചുകൂടി നടന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ മലേൻ്റെ മുകളിലെത്തി. ഇവിടെ ഒരു ചെറിയ പാറയുണ്ട് കേട്ടോ. എന്നിട്ട് അവന്മാർ ഇവിടെ ചിന്തിച്ചിരിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ ഏത് വഴി പോകണോ, ആ വഴി പോകണോ അത് ഈ വഴി പോകണോ എന്ന്. ഇവിടുന്നൊക്കെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ വന്നിട്ടോ. ഇപ്പോൾ ഏറ്റവും ടോപ്പിലെത്താനായി. ഇനി നമ്മൾ ഈ വഴി മുകളിലോട്ട് പോകട്ടോ, വീണ്ടും മുകളിലോട്ട്.
ഈ വഴി ചെറിയൊരു വഴിയുള്ളൂ കേട്ടോ, ചെറിയ നടക്കാനൊരു വഴി. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരുന്നതുകൊണ്ട് മാത്രമേ ഈ വഴി തെളിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ അപ്പുറമൊക്കെ പാറ കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളം കേട്ടോ. ഒരു കുപ്പി വെള്ളമായിട്ട് ഞങ്ങൾ വന്നത് ഈ മല കയറാൻ. അങ്ങനെ ഞങ്ങളതാ പാറേൻ്റെ മുകളിലെത്തി കേട്ടോ. ഫസ്റ്റ് പാറേൻ്റെ മുകളിലെത്തി. ഇത് പാറ കയറാണ് കേട്ടോ. അങ്ങനെ പാറ കയറി കേട്ടോ. പാറ കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മുകളിൽ നിന്ന് അടിപൊളി കേട്ടോ. എന്താ ഭംഗി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളതാ മേലെത്തി. അങ്ങനെ മേലെത്തി ഗൈസ്, അങ്ങനെ മേലെത്തി. അത് കാണിച്ചു തരാം കേട്ടോ. എന്നൊരു വ്യൂ ഒക്കെ നോക്കിട്ടോ. എൻ്റെ പൊന്നെ അടിപൊളി. ഇവിടെ നോക്കിയാൽ വയനാട് മൊത്തം കാണാം ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾ കാണുന്നില്ല? ഇവിടെ നല്ല വ്യൂ കേട്ടോ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ നോക്കിയാൽ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ നല്ല വെള്ളപ്പാറകൾ, കറുത്ത പറയല്ല കേട്ടോ, വെള്ളപ്പാറകൾ ഇവിടെ ധാരാളം കാണപ്പെടാം. ഇതൊക്കെ വ്യൂ നോക്ക്. ഇത് ആ സൈഡിലാണ് തോന്നുന്നത് ബത്തേരി, അപ്പുറത്ത് അമ്പലയിൽ. ഇതൊക്കെ എവിടെ നോക്കിയാലും നല്ല വെള്ളപ്പാറകളാണ് കേട്ടോ. ഈ പാറേൻ്റെ പൊത്തിൽ ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവും കേട്ടോ. മനസ്സിലാവില്ല, പാറയ്ക്കും പാമ്പിനൊക്കെ ഒരേ കളറായ കൊണ്ടൊന്നും പിടിയിട്ടില്ല. ഇത് ആ കാണുന്ന ഭാഗമല്ലേ, അത് വയനാട്ടിലെ നമ്പർ 1 നഗരമായ ബത്തേരി കേട്ടോ, സുൽത്താൻ ബത്തേരി കേട്ടോ. ഒരു പൊട്ട് പോലെയല്ല ഇവിടുന്ന് കാണുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നും പോയി കാണാം കേട്ടോ. നല്ലൊരു വ്യൂ കേട്ടോ. ഇതിൻ്റെ മുകളിലൊരു പാറയുണ്ട്. ആ പാറയിലേക്ക് ഞങ്ങൾ കയറാൻ നിന്നപ്പോൾ അവിടെ ഒരു പാമ്പ്, വലിയൊരു പാമ്പ്. പിന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയില്ല കേട്ടോ. ഫുള്ള് പാമ്പ്. ഇതിൻ്റെ മുകളിലാട്ടോ ഞങ്ങൾ കയറാൻ നിന്ന് വലിയൊരു പാമ്പ്. ആ പാമ്പിനെ കണ്ടപ്പോൾ ഞെട്ടി പേടിച്ച് തരിച്ചു പോയി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കയറിയില്ല. ആ പാമ്പില്ലേ ഞങ്ങൾ നേരെ വന്നു കേട്ടോ ഗൈസ്. ഞങ്ങളിത് ആ പാറേൻ്റെ മേലെ കയറണം വിചാരിച്ച, പക്ഷെ പാമ്പ് ഗൈസ്, പാമ്പ് ചതിച്ച് ഞങ്ങളെ. ഒരു വലിയ പാമ്പ് തോന്നുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂല. അപ്പൊ ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലത്ത് ഇതാ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഏകദേശം വയനാട് മൊത്തം കാണാം കേട്ടോ. കാണാം, ഭയങ്കര ചൂടുണ്ട്. നല്ലൊരു സ്ഥലം അല്ലേ, നല്ല കാറ്റുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.